ജോഗിങ് ഒരു ഓട്ട മത്സരമല്ല, വിശ്രമാവസ്ഥയിലുള്ള റണ്ണിംഗ് ആണ്. ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് മീഡിയ. ഇന്ന് നമ്മുടെ വീഡിയോ ജോഗിങ്, നമ്മുടെ വ്യായാമത്തിന് വേണ്ടിയുള്ള ഓട്ടം. ഇത് നമ്മുടെ ഫുൾ ബോഡി ഹെൽത്തിന് നല്ലൊരു വ്യായാമമാണ്. അതോടൊപ്പം തന്നെ പലർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു വ്യായാമ രീതി കൂടിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ രണ്ട് വശങ്ങളും നമുക്ക് പരിശോധിക്കാം. ഇതിൻ്റെ ഗുണങ്ങൾ: നമ്മുടെ ബോൺ മസ്കുലർ സിസ്റ്റം സ്ട്രെങ്ത് ആവാനും, നമ്മുടെ നെർവസ് സിസ്റ്റം റിലാക്സ് ആവാനും, ഡൈജഷൻ, അതുപോലെ സ്ട്രെസ് റിലാക്സേഷൻ, റെസ്പിറേറ്ററി സിസ്റ്റം ഇതൊക്കെ സ്മൂത്ത് ആവാൻ നമ്മെ സഹായിക്കുന്ന ഒരു നല്ല വ്യായാമ രീതിയാണ് ജോഗിങ്. എന്നാൽ ജോഗിങ് കാരണം നമ്മുടെ ലോവർ ബോഡി ജോയിൻസ്, ആങ്കിൾ ജോയിൻസ്, നീ ജോയിൻസ്, ഹിപ്പ് ജോയിൻസ് എല്ലാം ഡിസോർഡർ ആയവരുണ്ട്, പെയിന് വരുന്നവരുണ്ട്, ബ്രീത്തിങ് ഇഷ്യൂസ് ഉള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്, ബോഡി വെയ്റ്റ് കൂടുതലുള്ളവർക്ക് ലോവർ ബോഡി തേയ്മാനം സംഭവിക്കാറുണ്ട്. എങ്ങനെ ഹെൽത്തി ആയിട്ട് റണ്ണിങ് നടത്താമെന്ന് നമുക്ക് പരിശോധിക്കാം. ജോഗിങ് ഒരു ഓട്ട മത്സരമല്ല, വിശ്രമാവസ്ഥയിലുള്ള റണ്ണിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നാം തിരഞ്ഞെടുക്കുന്ന സമയം, വഴി നമുക്ക് കംഫർട്ടായിരിക്കണം. നല്ല എയർ സർക്കുലേഷൻ ഉള്ള സ്ഥലമായിരിക്കാനും, നമ്മുടെ കോസ്റ്റ്യൂം, ഡ്രസ്സും പാദരക്ഷകളും നമുക്ക് സ്യൂട്ടബിൾ ആയിരിക്കാനും നമുക്ക് ശ്രദ്ധിക്കാം. ഓടുന്ന സമയം നമ്മുടെ ഓർഗൻസ് ടൈറ്റ് ആവരുത്. പ്രത്യേകിച്ച് ഹെഡ്, ഷോൾഡർ, ഹാൻഡ്സ് എല്ലാം വളരെ റിലാക്സ് ആയിരിക്കണം. പതിവായി 10 മിനിറ്റ് ജോഗിങ് നമ്മുടെ ഹൃദയാരോഗ്യത്തിനും ശ്വാസകോശത്തിനും ഫുൾ ബോഡി സ്ട്രെങ്ത്തിനും നല്ലതാണ്. എന്നാൽ അമിതമായ ഓട്ടം, ഡിസോർഡർ മൂവ്മെൻറ്റ്സ് ജോഗിങ് എല്ലാം നമ്മുടെ ലോവർ ബോഡി ജോയിൻസ് തേയ്മാനത്തിന് സാധ്യതയുണ്ട്. വ്യായാമത്തിന് വേണ്ടി നടക്കുന്നവരാണെങ്കിലും ഓടുന്നവരാണെങ്കിലും നമുക്കൊരു ബ്രീത്തിങ് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. നമ്മുടെ ബ്രീത്തിങ് കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു സ്പീഡ് നാം മെയിൻറ്റെയിൻ ചെയ്യണം. മൂക്കിലൂടെ ശ്വാസമെടുത്ത് വായിലൂടെ തിരിച്ചുവിടാം, മൂക്കിലൂടെ ശ്വാസമെടുത്ത് മൂക്കിലൂടെ തന്നെ നമുക്ക് തിരിച്ചുവിടാം. ഇത് രണ്ടും ഹെൽത്തിയാണ്. നാം തുടക്കക്കാർ പ്രത്യേകിച്ചും നാം നമ്മുടെ ബ്രീത്തിങ് കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു സ്പീഡിൽ മാത്രമേ നടത്തവും ഓട്ടവും ചെയ്യാവൂ. ക്രമേണ നമ്മുടെ ബ്രീത്തിങ് ഓർഗൻസ് സ്ട്രെങ്തായി ബ്രീത്തിങ് കപ്പാസിറ്റി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് സ്പീഡ് കൂട്ടാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.